വെറും 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഏതിലേക്കും സൈഡായിട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 കിലോ ചിക്കനാണ് വേണ്ടത്. അതിലേക്ക് ഒരു 3/4 കിലോ ചെറിയ ഉള്ളിയും കൂടെ വേണം. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ. ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് RKGയുടെ നെയ്യാണ്. നമ്മൾ എത്രയോ കാലമായിട്ട് യൂസ് ചെയ്യുന്ന നെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും പെർഫെക്ഷനൊക്കെ അത് വേറെ തന്നെയാണ്. ഇനി മെൽറ്റായ നെയ്യിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചെറിയ ഉള്ളി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഏകദേശം ഒരു പകുതി വേവാവുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2.5 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടച്ച് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് വെള്ളം തള്ളിയിട്ട് വരും ആ ചിക്കൻ തന്നെ. ഈ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത്. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി വീണ്ടും അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ഒന്നൊക്കെ കുറുക്കിയിട്ട് എടുത്താൽ മതി. എല്ലാം കുറച്ച് ഗ്രേവിയിലാണ് വേണ്ടത് വെച്ചാൽ ഇതുപോലെ തന്നെ എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് 2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഫുൾ വീഡിയോയും ഇതിൻ്റെ കൂടെ 2 റെസിപ്പീസ് വേറെ ഞാൻ RKG ഗീ സ്റ്റോറി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കണേ.